എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈ അടിമത്തവും ബദറും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് ഊന്നാൻ പോകുന്ന ഒരു വിഷയത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പാണ്. അപ്പൊ നമ്മളെപ്പോഴും ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ തുടങ്ങാൻ. അതുകൊണ്ട് ഇസ്ലാമിക വിഷയത്തിൽ എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും അത് നമ്മുടെ അക്ബർ സാഹിബിന് കൊടുത്തിട്ട് വേണം തുടങ്ങാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം. അതാണ്. അപ്പൊ ഇന്ന് അക്ബർ സാഹിബിന്റെ ചാനലിൽ അക്ബർ സാഹിബ് ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അതിനെ അധികരിച്ചുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകളെ നേരിടുന്ന വിവേചനം, ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിലുള്ള സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതിലൂടെ നമ്മൾ കടന്ന് പതിയെ മഹർ എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും നീചമായ ഒരു വ്യവസ്ഥിതിയെ തുറന്നു കാണിക്കാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്, ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിലെ വിവാഹ നിയമം, അതുപോലെ തന്നെ നിക്കാഹ്, മഹർ, ഇസ്ലാമിലെ വിവാഹത്തിലെ സ്ത്രീയുടെ പങ്കാളിത്തം, ഇസ്ലാമിക വിവാഹ ജീവിതത്തിലെ സ്ത്രീയുടെ സ്ഥാനം, പങ്കാളി എന്ന രീതിയിൽ ഇസ്ലാം സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ, സ്ത്രീയുടെ മേൽ പുരുഷനുള്ള ആധിപത്യം, പുരുഷന് സ്ത്രീയുടെ മേലുള്ള അവകാശങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന, അതുവഴി ഇസ്ലാമിലെ മഹർ എന്ന് പറയുന്നത് ഏറ്റവും നീചമായ ഒരു സമ്പ്രദായമാണ് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ വലിയ മഹത്വവൽക്കരിക്കപ്പെട്ട് പറയുന്ന ഒരു സാധനമാണ് മഹർ. പല ആൾക്കാരും ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീകളുടെ വിവാഹം അല്ലെങ്കിൽ സ്ത്രീകളെ ഇസ്ലാം പരിഗണിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് ഇസ്ലാമിന് പുറത്തുള്ള സമൂഹങ്ങളിൽ നിന്ന് പോലും ഇസ്ലാമിലെ മഹർ എന്ന സമ്പ്രദായം പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീധനം എന്ന സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പീഡനങ്ങളും ഒക്കെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും ഇത്തരം താരതമ്യം നടക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് മഹർ എന്ന് പറയുന്നത് സ്ത്രീധനത്തെക്കാൾ, അതായത് സ്ത്രീധനം നൽകാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയാതിരിക്കുകയോ, സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന അത്തരം ആ പ്രശ്നങ്ങളെ കുറിച്ചല്ല. ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിനകത്ത് അതിലെ ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ് മഹറിനെയും സ്ത്രീധനത്തെയും എങ്കിൽ, സ്ത്രീധനത്തെക്കാളും നീചമായ ഒരു വ്യവസ്ഥിതിയാണ് മഹർ എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീ ശരീരത്തിന് വില പറയുകയാണ്, സ്ത്രീ ശരീരത്തെ വില കൊടുത്തു വാങ്ങുന്ന ഏർപ്പാടാണ്. പൊള്ളാച്ചിച്ചന്തയിലെ മാടല്ല പെണ്ണ് വില ചൊല്ലി വാങ്ങുന്നതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പാട്ടുണ്ട്. പഴയ പാട്ടാണ്. വാസ്തവത്തിൽ അത് സ്ത്രീധനത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു പാട്ടാണ്. എന്നാൽ സ്ത്രീയെ വില കൊടുത്തു വാങ്ങുന്ന ഏർപ്പാട് സ്ത്രീധനത്തിലല്ല നടക്കുന്നത്. അത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കൈക്കൂലിയുടെ ഗണത്തിലൊക്കെ പെടുത്താവുന്ന അനുചിതമായ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യമാണ്. എന്നാൽ സ്ത്രീധനവും മഹറും പരിഗണിക്കുമ്പോൾ മഹറാണ് വാസ്തവത്തിൽ സ്ത്രീ ശരീരത്തിന് വില പറയുന്ന ഏർപ്പാട്. മുസ്ലിം പെൺകുട്ടികളുടെ സ്ത്രീ എന്ന സ്ത്രീത്വത്തിന് വിലയിടുന്ന ഏർപ്പാടാണ് മഹർ. ഏത് രീതിയിലാണ് കൂടുതൽ മഹർ ആർക്കാണ് എപ്പോഴാണ് കിട്ടുന്നത് എന്നതും, എപ്പോഴാണ് ഏറ്റവും ചെറിയ മഹറിൽ കല്യാണം നടക്കുന്നതെന്നും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാവും. ഇനി അതൊന്നും പരിഗണിച്ചില്ലെങ്കിൽ, ഇപ്പം പൈസ ഉള്ള ആള് പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക്, അല്ലെങ്കിൽ സൗന്ദര്യം എന്നുള്ള നമ്മുടെ ക്ലീശ സങ്കല്പത്തിലെ സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടിക്ക് കൂടുതൽ മഹർ കൊടുക്കാൻ സന്നദ്ധതയുള്ള ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ മഹർ എന്ന് പറയുന്ന സംവിധാനം ആത്യന്തികമായി സ്ത്രീ ശരീരത്തിന്, പ്രത്യേകിച്ച് പുരുഷന് സ്ത്രീ ശരീരത്തിന്റെ മേലുള്ള അധികാരം സ്ഥാപിക്കുന്നതിന്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന്റെ സ്ത്രീത്വം എന്ന ആ സ്ത്രൈണത അനുഭവിക്കാൻ പുരുഷന് പൂർണ്ണാർത്ഥത്തിൽ വിധേയപ്പെട്ട് കിട്ടാൻ ഒരു സ്ത്രീക്ക് നൽകുന്ന വില ആണ് മഹർ. കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ലൈംഗികാവയത്തിന് കൊടുക്കുന്ന വിലയാണ് എന്നൊക്കെ പറയും. മഹറിന് അങ്ങനെയും അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ ആ അർത്ഥത്തിൽ പോകാതെ തന്നെ ഒരു സാമൂഹ്യ വിഷയം എന്ന രീതിയിൽ മഹറിനെ സമീപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഹറിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിനും വ്യക്തിത്വത്തിനും വിലയിടുന്ന ഒരു ഏർപ്പാടാണ് മഹർ എന്ന് മുസ്ലിം പെൺകുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്ക് കൃത്യമായി വെളിച്ചം വീശുന്ന തരത്തിൽ ഇസ്ലാമിലെ മഹറും കല്യാണവും വിവാഹ നിയമങ്ങൾ, ഇസ്ലാമിക വിവാഹ നിയമങ്ങളിലെ ദാമ്പത്യ നിയമങ്ങളിലെ സ്ത്രീയുടെ അവകാശങ്ങൾ, പുരുഷന്റെ അധികാരങ്ങൾ, സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായി ബദറിനും അടിമത്തത്തിനും ഒക്കെ ശേഷം നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിലേക്കുള്ള ആദ്യ ചുവട് എന്ന രീതിയിൽ എവിഡൻസ്, അതായത് തെളിവെവിടെ എന്ന ചോദ്യത്തെ വളരെ രസകരമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു ടൈറ്റിലാണ് എവിഡൻസ്. ഈ എവിഡൻസ് എന്ന് പറയുന്ന ടൈറ്റിലിൽ എം അക്ബറും അദ്ദേഹത്തിന്റെ മുസ്തഫ തൻവീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സന്തത സഹചാരി എന്ന് പറയാൻ പറ്റില്ല, ഈ ആശയ പ്രചാരണത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാമൻ ആയിട്ടുള്ള മുസ്തഫ തൻവീറും പങ്കിടുന്ന ഒരു വേദിയിൽ ഒരു മുസ്ലിം പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് തൻവീർ നൽകുന്ന ഉത്തരമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മുൻപേ വളരെയധികം ഡിസ്കസ് ചെയ്ത ഒരു ചർച്ചാ വിഷയമായിരുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സമത്വം, ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത്. പക്ഷെ ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന പല ആളുകളും ചൂണ്ടിക്കാട്ടുന്നതും, അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇസ്ലാമിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും
സമത്വം നൽകാത്തത്? സ്ത്രീക്കും പുരുഷനും സമത്വം നൽകാത്തതിൽ ഇസ്ലാമിന്റെ ഒരു യുക്തി എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബയോളജിക്കൽ അസമത്വം എന്ന ടൈറ്റിലിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ മുസ്ലിം സഹോദരിയുടെ ചോദ്യത്തിന് മുസ്തഫ തൻവീർ കൊടുക്കുന്ന മറുപടിയിലൂടെ ഒരു യാത്രയാണ്. അദ്ദേഹം ഈ ചോദ്യത്തിന് ഈ സമകാലിക സംഭവ വികാസങ്ങളിൽ അല്ലെങ്കിൽ സംവാദങ്ങളിൽ ഏറ്റവും വിഷയീഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇസ്ലാമിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ വരുന്നു, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ആശയത്തിന് ഇസ്ലാം വിലങ്ങുതടിയാണ്, ഇസ്ലാമിൽ സ്ത്രീ വിവേചനമുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളുണ്ട് എന്ന ആക്ഷേപം. അപ്പൊ അതിന് ഇസ്ലാമിന് എന്ത് യുക്തിയാണ്, നിങ്ങളെ യുക്തിയിൽ എന്ത് മറുപടിയാണ് ഇപ്പൊ അതിനുള്ളത്? ഒരു സഹോദരിയാണ് ചോദിക്കുന്നതെന്ന് ആലോചിക്കണം. ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സഹോദരിയാണെങ്കിൽ ഇസ്ലാമിന്റെ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇസ്ലാമിലെ സ്ത്രീ നിയമങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വിവാഹ മോചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീയുടെ അവകാശങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സഹോദരിയാണെങ്കിൽ ഈ ചോദ്യം മുസ്തഫ തൻവീറിനെ കുഴക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, മുസ്തഫ തൻവീറിന്റെ ഉത്തരം തുടങ്ങുന്ന ഘട്ടത്തിലും എനിക്ക് ആ കാര്യം ഒന്നുകൂടി ഉറപ്പായി. കാരണം മുസ്തഫ തൻവീർ ആകെ ഒന്ന് ആ ചോദ്യത്തിന് മുകളിൽ ചൂളിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അക്ബർ സാഹിബിന്റെ സംസാരത്തിനിടയിലുള്ള തപ്പിത്തടച്ചിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ആ മാനറിസങ്ങൾ അതുപോലെ പകർത്തിയിട്ടാണ് മുസ്തഫ തൻവീർ വിഷയങ്ങൾക്ക് മറുപടി പറയുന്നതും സംസാരിക്കുന്നതൊക്കെ. ബോഡി ലാംഗ്വേജ് ഒക്കെ അപ്പടി കോപ്പിയാണ്. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എം അക്ബറിന്റെ കോപ്പിയാണെന്ന് പറയുമ്പോൾ എം അക്ബർ ശരിക്കും സാക്കിർ നായിക്കിനെ കോപ്പി അടിക്കുന്നതാണ്, സാക്കിർ നായിക്ക് നമ്മളെ അഹമ്മദ് ദീദാത്തിനെ കോപ്പി അടിക്കുന്നതാണ്. ഈ 4 പേരുടെയും സ്റ്റേജിലെ പെർഫോമൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മൈക്ക്, പോഡിയം ഇല്ലാത്ത മൈക്ക് സ്റ്റാൻഡ്, അതിന് മുമ്പിലുള്ള നിൽക്കുമ്പോഴുള്ള പുറകിലോട്ട് ഒരല്പം ചെരിഞ്ഞ് അല്ലെങ്കിൽ നെഞ്ചുയർത്തി കഴുത്തൊരല്പം ഉയർത്തിയിട്ടുള്ള നിൽപ്പ്, കൈകൾ കോർത്തിട്ടുള്ള പിടുത്തം, പിന്നെ സംസാരിക്കുന്ന സമയത്തുള്ള അംഗവിക്ഷേപങ്ങൾ, കൈ ചൂണ്ടലുകൾ, മുക്കല്, മൂളല് എന്നിത്യാദി എല്ലാ സാധനങ്ങളും ഇതൊരു പാറ്റേൺ ആണ്. ഇതൊരു ദഅവ കോളേജിൽ പഠിച്ചിറങ്ങുന്നതിന്റെ ലക്ഷണമാണ്. അതിപ്പം ലാംഗ്വേജ് മാറി പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിലായാലും അറബി മീഡിയത്തിലായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ദഅവ കോളേജുകൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഓഡിയൻസിന് മുമ്പിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കേണ്ടത് എന്നതിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം പല ഭാഗത്തു നിന്ന് പല ഭാഷയിൽ പല സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ പോലും ഒരേ തരത്തിലുള്ള മാനറിസങ്ങളും അതേപോലെ തന്നെ അംഗവിക്ഷേപങ്ങളും ഒക്കെ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ദഅവ പ്രഭാഷണത്തിൽ ഒരു ചോദ്യോത്തര പരിപാടിയിലൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അതൊരു കൃത്യമായിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിരിക്കും. എനിവേ, നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നിടത്ത് തന്നെ മുസ്തഫ തൻവീർ ചോദ്യത്തിൽ ഒന്ന് ചൂളിപ്പോയി എന്നുള്ളത് വ്യക്തമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയാൻ ശ്രമിക്കുന്നതിന്റെ ആദ്യ പടി നിങ്ങളൊന്ന് കേട്ടോളൂ. ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് സഹോദരി ചോദിച്ചത്. അത് ഏത് വിഷയത്തിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ മാത്രമേ ആ രീതിയിൽ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അതായത് ഇസ്ലാമില് സ്ത്രീ പുരുഷ അസമത്വം ഉണ്ട്. അതിൽ ഏത് വിഷയത്തിലുള്ള അസമത്വമാണ് ചോദിക്കുന്നത് എന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ എന്നാണ് മുസ്തഫ തൻവീർ പറയുന്നത്. ഈ ഒരു ഉത്തരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യം കുറച്ച് കടുകട്ടിയാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം പെൺകുട്ടി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ കുറച്ച് അതിന് ഉത്തരം പറയാൻ ഒരല്പം പ്രയാസമുണ്ട് എന്ന് മുസ്തഫ തൻവീർ പറയാതെ പറയുകയാണ്, ഒരു കുറ്റസമ്മതം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അക്ബർ സാഹിബിന്റെ ഒക്കെ, അതെ, എല്ലാവരും ഒരേ കോളേജിൽ തന്നെയാണ് തോന്നുന്നു ഈ ദഅവ പഠിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയാതിരിക്കാം എന്നുള്ള ഒരു ബിരുദം ഇവർക്കൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ ഊഴമാണ്. ആണും പെണ്ണും സമമായ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ ഇസ്ലാം സ്ത്രീയെയും പുരുഷനെയും സമന്മാരായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയം സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരായ മേഖലകളുണ്ട്. അത് നമ്മൾ ഒരു അന്ധമായ വളരെ കാൽപ്പനികമായ ഒരു സമത്വവാദം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സങ്കീർണതയല്ല അത്. അപ്പൊ നിങ്ങളെങ്ങനെ ഒറ്റയടിക്ക് സമത്വം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ എന്ന് പറഞ്ഞാല് അതിപ്പോ ഇല്ലല്ലോ. നമ്മളെ മതത്തിൽ ഇപ്പൊ അതില്ലല്ലോ. അപ്പൊ അതില്ല എന്ന് നമുക്കിപ്പോ അങ്ങനെ പറയാനും പറ്റില്ല. ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇസ്ലാമിൽ സ്ത്രീ തുല്യത അല്ലെങ്കിൽ സമത്വം, ഇക്വാലിറ്റി അല്ല ഇക്വിറ്റി അതുണ്ടോ? ഇല്ല. നമ്മളിവിടെ സഹോദരി ചോദിച്ച ചോദ്യം കേട്ട ആൾക്കാർക്കൊന്നും ഒരു സംശയത്തിനും ഇട നൽകിയിട്ടില്ല. വളരെ ക്ലിയർ ആണ്. സ്ത്രീ പുരുഷ വിവേചനം വളരെ കൃത്യമായ രീതിയിൽ സ്ത്രീകളോടുള്ള കടുത്ത വിവേചനവും അനീതിയും ഉൾച്ചേരുന്നതാണ് ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്ന് ഇസ്ലാമികമായ സകല ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച്. ഇപ്പം അത് പലപ്പോഴും പറയാം ആത്മീയതയിലൊന്നുമില്ല, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ചോദ്യം മനസ്സിലാവാത്തോണ്ടെന്നല്ല, അത് എങ്ങനെയാന്നൊക്കെ ഇപ്പൊ ഞങ്ങൾ തന്നെ ചോദിച്ചാൽ ഇപ്പൊ അത് എങ്ങനെയാ അങ്ങനെ പറയാ എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇപ്പൊ ചോദിച്ചല്ലോ, ഇനിയിപ്പോ പറഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് മുസ്തഫ തൻവീർ തുല്യതയുള്ള കുറെ കാര്യങ്ങളുണ്ട്, വ്യത്യാസമുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാരണം പുരുഷന്മാര് പാന്റ് ഇടും, സ്ത്രീകൾ ചുരിദാർ ധരിക്കും. അപ്പൊ അത് വ്യത്യാസമാണല്ലോ. പിന്നെ പുരുഷന്മാർക്ക് പൊതുവിൽ താടിയുണ്ട്, അതേപോലെ സ്ത്രീകൾക്ക് പക്ഷെ താടി രോമം സാധാരണഗതിയിൽ വരാറില്ല. അപ്പൊ അതൊക്കെ ഒരു വ്യത്യാസമാണല്ലോ. അപ്പോ
സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തുല്യത എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരു ഇതിൽ പറയാൻ പറ്റില്ല. സ്ത്രീ പുരുഷ തുല്യത, സമത്വം അങ്ങനെയൊന്നും നമ്മൾ പറയാൻ കഴിയില്ല. കാരണം സമാനമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ മൂക്ക്, ചെവി ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്വാസം എടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഹൃദയമിടിപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മുടി നീട്ടി വളർത്തുന്ന താടി രോമത്തിന്റെ വ്യത്യാസം, ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അപ്പൊ ഇതിൽ ഏതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കണമെന്ന് അറിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്തായാലും മുസ്തഫ തൻവീറിനെ സംബന്ധിച്ചപ്പോൾ അത് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. അവിടെ മുസ്തഫ തൻവീർ ചെറുങ്ങനെ ഒന്ന് വണ്ടി വേറെ റൂട്ടിൽ പിടിക്കുകയാണ്. ഇനി പിടിച്ച് ശ്രദ്ധിച്ചിരുന്നോളി. നമ്മൾക്കറിയാം, ആണും പെണ്ണും മനുഷ്യർ എന്നുള്ള നിലക്ക് ഒരേപോലെയാണ്. ആണും പെണ്ണും അവര് രണ്ടുപേരും വിശ്വാസം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്നവരാണ്, പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയുന്നവരാണ്. രണ്ടുപേരും ഒരേപോലെയായ ശാരീരികവും മാനസികവും ജൈവികവുമായ ഒരുപാട് സവിശേഷതകൾ രണ്ടു കൂട്ടർക്കുണ്ട്. അതേസമയം അങ്ങനെ അല്ലാത്തതുണ്ട്. അങ്ങനെ അല്ലാത്തതും ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അത് എത്ര വലിയ ഫെമിനിസ്റ്റുകൾക്കും നിഷേധിക്കാൻ പറ്റൂല. കാരണമൊക്കെ നമുക്ക് പറയാം. എന്തായിരുന്നു ചോദ്യം? സ്ത്രീ പുരുഷ അസമത്വം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യത ഇല്ലായ്മ, സ്ത്രീ വിവേചനപരമായിട്ടുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ന്യായം എന്താണ്? അപ്പൊ ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ്. ഇപ്പൊ ഉണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് ഇപ്പം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനി ശാസ്ത്രത്തെയും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെയും അതേപോലെ ഇവിടുത്തെ എത്തീസ്റ്റുകളെയും ശാസ്ത്ര പ്രചാരകരെയും ഒക്കെ അദ്ദേഹം കൂട്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനാണ്, രണ്ടുപേരും മനുഷ്യനാണ് വെച്ചാൽ മനുഷ്യരാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ജൈവികമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്, തുല്യത ഉണ്ട്. പക്ഷെ എന്നാലും ചില വ്യത്യാസങ്ങൾ. ഇനി എന്താണ് വ്യത്യാസം? നമ്മൾക്കറിയാം, ഈ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവര് ബയോളജി അല്ലെങ്കിൽ സയൻസ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും സോഷ്യൽ സയൻസ് വളരെ കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബയോളജി തീരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ കാരണം, ജീവശാസ്ത്രപരമായി ശരീരശാസ്ത്രപരമായി ചില രംഗങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരാണ്. മാനസികമായി വ്യത്യസ്തരാണ്, ലൈംഗികമായി വ്യത്യസ്തരാണ്. വ്യത്യാസമുള്ള ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായും ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം നിയമനിർമ്മാണം. അതാണ് ഇസ്ലാമിന്റെ യുക്തി. അതായത് പുരുഷനും സ്ത്രീയും ബയോളജിക്കലി ഡിഫറന്റ് ആണ്. പിന്നെ ഈ അസമത്വം പറയുന്നവർ അവര് ബയോളജി ഒന്നും തീരെ പരിഗണിക്കുന്നില്ല. അവര് സോഷ്യോളജിയാണ് പരിഗണിക്കുന്നത്, സാമൂഹ്യ ശാസ്ത്രമാണ് അവര് പറയുന്നത്. എന്താ ഞാൻ ഇതിന് മറുപടി പറയാം? മനുഷ്യർ സ്ത്രീ പുരുഷ ജാതി മത വർഗ വർണ്ണ ദേശ രാഷ്ട്ര വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ ലിംഗവിവേചനത്തിന് യാതൊരു സ്ഥാനവുമില്ല. അപ്പം ബയോളജിക്കൽ ആയിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ വെറും സാമൂഹ്യ ശാസ്ത്രമാണ് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിൽ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ എന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സ്ത്രീയും പുരുഷനും രണ്ടു വ്യക്തികളായി തുല്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഒരാളുടെ കീഴിൽ ഒതുക്കപ്പെട്ട, ഒരാളുടെ മേൽ ഒരാൾക്ക് അധീശത്വം നൽകുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ വിവേചനപരമായ സ്ത്രീ വിരുദ്ധമായ പുരുഷാധിപത്യ മതമാണ്, നിയമമാണ് ഇസ്ലാമിൻ്റെത് എന്ന് പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്ര പ്രശ്നമാണ്, ബയോളജിന്റെ പ്രശ്നമല്ല. തൻവീർ ഉസ്താദേ, ഈ അസമത്വം, വിവേചനം, സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറയുന്നത് സാമൂഹിക ശാസ്ത്രമായി അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വ്യക്തി നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള ഭൗതിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ബയോളജി വരൂല. ബയോളജി പരിഗണിക്കേണ്ട നിയമങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും, സംശയമൊന്നുമില്ല. ഇപ്പൊ പുരുഷന്മാർക്ക് പ്രസവാവധി ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യം അതൊരു മണ്ടൻ ചോദ്യമാണ്. സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും പറയുന്നിടത്ത് ആണുങ്ങൾ എന്നാ പ്രസവിക്കട്ടെ എന്ന് കമന്റ് എഴുതുന്ന അത്തരം ഡയലോഗിൽ കാര്യമില്ല. ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ തുല്യമായി പരിഗണിക്കേണ്ടുന്ന അവസ്ഥകളിൽ, സാമൂഹികമായിട്ടുള്ള ഇടങ്ങളിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, ഇത്തരം കാര്യങ്ങളിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അസമത്വത്തിന്റെ ന്യായമാണ് ചോദിക്കുന്നത്. അപ്പൊ ബയോളജിക്കൽ റീസൺ പറയാണ്, അവയവങ്ങളുടെ വ്യത്യാസം, അവരുടെ മനോനിലയിലുള്ള വ്യത്യാസം, ഇതിനൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉണ്ടായിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷെ ചോദ്യം എന്താ? മനസ്സിലാവാത്തവർക്ക് മുസ്തഫ തൻവീറിന്റെ വിശദീകരണം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉദാഹരണം പറയാം. ആ മേഖലകളിലുള്ള നിയമനിർമ്മാണം ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം. ഇപ്പോ നമുക്കറിയാം, ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവര് പൊതുസ്ഥലത്ത് വരുന്ന സമയത്ത് അവരുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ് സ്ത്രീക്ക് ഇസ്ലാം നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള വസ്ത്രധാരണം. അതേസമയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്ര അളവിൽ ഉള്ള ഒരു വസ്ത്രധാരണം പുരുഷന് നിർബന്ധമായി ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു പുരുഷന്റെ ശരീരം വെളിപ്പെടുന്നതും ഒരു സ്ത്രീയുടെ ശരീരം വെളിപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കാണുന്ന, അതായത് ഒരു പുരുഷന്റെ ശരീരം ഒരു പെണ്ണ് ഈ രീതിയിൽ കാണുന്നതും അതേസമയം ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആ രീതിയിൽ ഒരു പുരുഷന് മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പെണ്ണിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും പുരുഷനിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും വ്യത്യാസമുണ്ട്. രണ്ടാളുടെയും ശരീരങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസത്തിനെ പരിഗണിക്കണം.
വ്യത്യാസത്തിനെ പരിഗണിച്ചുകൊണ്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ. ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ബയോളജിക്കൽ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് സ്ത്രീയെ ഇങ്ങനെ പർദ്ദയ്ക്കുള്ളിൽ കണ്ടീഷൻ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയാണ് ഉസ്താദ്. ഈ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മനുഷ്യർക്ക് അറിയാം, എല്ലാ മനുഷ്യർക്കും അറിയാം. ഈ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനും അറിയാം. പിന്നെ ഇവിടെ ഇദ്ദേഹം ഈ ഭാഗം പറയുന്നത്, ഇപ്പം സ്ത്രീയുടെ ശരീരം, പുരുഷന്റെ ശരീരം, ഇത് തമ്മിൽ കാണുമ്പോൾ മാനസികമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനവുമായി ബന്ധപ്പെട്ട് ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹോർമോൺ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും സ്ത്രീയെ അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിൽ, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി പുരുഷൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു മൂടുപടത്തിനകത്തേക്ക് സ്ത്രീയെ പൂട്ടുന്നതിന് ന്യായമായിട്ട് പറയാൻ കഴിയില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത് ഇസ്ലാമിലുള്ള സ്ത്രീ വിരുദ്ധമായ, സ്ത്രീയെ എന്തായിട്ടാണോ പരിഗണിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുകയാണ്. വിശദീകരണം അല്ല, ഒരു ന്യായീകരണം നൽകുകയാണ്. ഈ സ്ത്രീയുടെ വസ്ത്രം തീരുമാനിക്കുന്നത് ആരാണ്? പുരുഷനാണ്. പുരുഷൻ തീരുമാനിക്കും. ഇനി സ്ത്രീയുമായി ബന്ധപ്പെട്ട ഈ വ്യത്യാസങ്ങൾ, ബയോളജിക്കൽ ഡിഫറൻസ് ഇസ്ലാമിലെ മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ, അടിമ സ്ത്രീക്കില്ല. അടിമ സ്ത്രീക്ക് ഇസ്ലാമിലെ പുരുഷന്റെ ഔറത്താണ് നിർബന്ധമായിട്ടുള്ളൂ. അതായത് മൊട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം മറച്ചാൽ ഇസ്ലാമിലെ അടിമ സ്ത്രീ, ഒരു മുസ്ലിമായ അടിമ സ്ത്രീ, അവരുടെ ബയോളജിക്കൽ ഡിഫറൻസ് അപ്പൊ ഇല്ല. അപ്പം ഇസ്ലാമിലെ സ്ത്രീ അടിമ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി പുരുഷന് തുല്യാണോ? അതുകൊണ്ടാണോ പുരുഷന്റെ ഔറത്ത് സ്ത്രീക്ക് കൊടുത്തത്? ആണോ? അല്ല. അപ്പൊ അതിനൊക്കെ കാരണങ്ങൾ. ആ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാമിലെ സ്വതന്ത്ര പുരുഷന്റെ ലൈംഗികാവശ്യ പൂർത്തീകരണത്തിനും ഇദ്ദേഹത്തിന് കീഴ്പ്പെട്ട് ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം വില കൊടുത്ത് വാങ്ങുന്ന ശരീരവും വ്യക്തിത്വവും ആണ് സ്ത്രീയുടെ. അങ്ങനെയാണ്. പുരുഷൻ തന്റെ കയ്യിലിരിക്കുന്ന ധനം കൊടുത്ത് കൃത്യമായി പുരുഷന്റെ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി, പുരുഷന്റെ വ്യക്തിപരമായ ശാരീരിക ആവശ്യങ്ങൾക്കും, പുരുഷന്റെ ഗൃഹത്തിനകത്തുള്ള പുരുഷന് അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പോറ്റി വളർത്തുന്നതിനും, അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ സൂക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും വേണ്ടി ഒരു കാവൽ എന്ന രീതിയിലും ഇവന്റെ സംഗതികളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു വ്യക്തി എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയാത്ത വില കൊടുത്തു വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധം. അതുകൊണ്ട് ഇങ്ങനെ വില കൊടുത്ത് വാങ്ങപ്പെടുന്ന സ്ത്രീ ഒരു പുരുഷന്റെ സ്വകാര്യ സ്വത്താണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ സ്വത്തിൽ വേറൊള്ള ആൾക്ക് അവകാശം ഉണ്ടോ എന്നുള്ള ചോദ്യമല്ല, ആ വ്യക്തിത്വത്തിൽ, ആ സ്വത്തിൽ ആ സ്ത്രീക്ക് പോലും പിന്നെ അവകാശങ്ങളിൽ പരിമിതിയും. ഫോർ എക്സാമ്പിൾ, ഇവ ലൈംഗികത ആണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവ് ആവുന്നതോടുകൂടി, മഹർ നിശ്ചയിക്കുന്നതോടുകൂടി, മഹറിൽ നമുക്കത് വിശദമായിട്ട് പറയാം, മഹർ നിശ്ചയിക്കുന്നതോടുകൂടി സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പുരുഷന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വിട്ടുകൊടുക്കൽ സ്ത്രീക്ക് ബാധ്യതയാണ്. എങ്ങനെയാണ്? വിവാഹം കഴിക്കുന്നതോടുകൂടി പുരുഷൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ പുരുഷൻ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ സ്ത്രീ ശരീരത്തെ മഹർ കൊടുത്ത് സ്വന്തമാക്കിയിട്ടുള്ളത്, ആ ആവശ്യത്തിന് സ്വന്തം ശരീരത്തെ വഴങ്ങിക്കൊടുക്കൽ സ്ത്രീയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഒരു ഭാര്യ പറയാണ്, എനിക്കിന്ന് മൂടില്ല കാക്കേ എന്ന് പറഞ്ഞാൽ, ആ ദിവസം മുഴുവൻ ആ സ്ത്രീയെ ശപിക്കാൻ വേണ്ടി അള്ളാഹു മലക്കിനെ നിശ്ചയിച്ചു കൊടുക്കും എന്നാണ് ഹദീസിലുള്ളത്. എന്തുകൊണ്ടാണത്? അങ്ങനെ ഒരു നിഷേധത്തിന് സ്ത്രീക്ക് അവകാശമില്ല. എന്തുകൊണ്ട് അവകാശമില്ല? സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ആവശ്യത്തിന് വേണ്ടി പുരുഷൻ തെരഞ്ഞെടുത്ത്, പുരുഷൻ വില നിശ്ചയിച്ച് പറഞ്ഞ വില കൊടുത്ത് സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഈ സ്ത്രീയുടെ ശരീരം. ലളിതമാണ്. നിങ്ങൾ എന്നോട് ഇത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യം. അങ്ങനെ വരുമ്പോ ഈ സ്ത്രീയുടെ ശരീരത്തിന് മുകളിൽ ഈ സ്ത്രീക്ക് പോലും അവകാശങ്ങളിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് ആ ശരീരം ഈ പുരുഷന് മാത്രം കാണാൻ അവകാശമുള്ളൂ. നമ്മൾ ശരീരം മൊത്തം കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ സ്ത്രീയുടെ മുഖവും പോലും കാണാൻ അവകാശം ഈ പുരുഷന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഈ സ്ത്രീയെ വിവാഹ ബന്ധത്തിൽ എടുക്കാൻ അവകാശമില്ലാത്ത മഹ്റമുകൾ എന്ന് പറയും. വിവാഹം കഴിക്കൽ നിഷിദ്ധമായ ബന്ധത്തിലുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പാടും. വാപ്പ, ആങ്ങളമാര്, മക്കള് തുടങ്ങിയിട്ടുള്ള. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ശരീരത്തെ മറ്റു പുരുഷന്മാർ അവരുടെ മുഖമോ കയ്യോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ഈ പുരുഷന്റെ അവകാശമാണ് സ്ത്രീയുടെ മേൽ പർദ്ദ അണിയിക്കുക, അല്ലെങ്കിൽ ആ പർദ്ദക്കുള്ളിൽ പതുങ്ങിയിരിക്കുക, മറഞ്ഞിരിക്കുക, മൂടുപടത്തിനകത്ത് മൂടിയിരിക്കുക എന്നത് സ്ത്രീക്ക് തനിക്ക് മഹർ തന്ന് തന്റെ ശരീരം സ്വന്തമാക്കിയ പുരുഷനോടുള്ള ബാധ്യതയാണ്, അള്ളാഹുവിനോട്. ഇത്ര ലളിതമാണ്. അതല്ലാതെ സ്ത്രീയുടെ ബയോളജിക്കൽ പ്രത്യേകതകൾ നോക്കിയിട്ടൊന്നുമല്ല. ബയോളജിക്കൽ പ്രത്യേകത നോക്കിയിട്ടാണെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും മുട്ടിന്റെ പൊക്കിളിന്റെ ഇടയിലുള്ള ട്രൗസർ കൊണ്ട് കാര്യം നടക്കും, അറിയോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും അല്ല. പിന്നെ ബയോളജിക്കലായിട്ട് തന്നെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ട് തന്നെയുള്ള ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇപ്പം ഒരു പുരുഷൻ ഒരു 6 പാക്ക് ഒക്കെ കാണിച്ച് നല്ല ഗഡാഗഡിയനായിട്ടുള്ള ഒരാള്, അയാൾ ഒരു നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് സ്ത്രീകൾ ഇങ്ങനെ നോക്കിയാൽ, ഇപ്പൊ പർദ്ദ ഇട്ട് മൂടിയാൽ കണ്ണ് കാണുമല്ലോ പുറത്തോട്ട്. ആ ശരീരത്തിലേക്ക് സ്ത്രീകൾ നോക്കിയാൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നോക്കാം എന്നാണോ? അത് നോക്കിയാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലാത്തതുകൊണ്ട് എന്നാ ഒരു കണ്ടോട്ടെ എന്നാണോ? പുരുഷന്റെ നെഞ്ചും മാറിടവും അതിലെ രോമവും ഒക്കെ, അല്ലെങ്കിൽ മസിലും കാലും കാഫ് മസിലും ഒക്കെ കണ്ടോട്ടെ എന്നാണോ?
ഒരു കുഴപ്പമില്ല. പുരുഷന്റെ താടിയും ചുണ്ടും കവിളും നിറവും ഒന്നും സ്ത്രീകൾ കണ്ടാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിലുള്ള സ്ത്രീവിരുദ്ധമായ ഒരു നിയമത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഒരു ന്യായം മാത്രമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയും. നിങ്ങൾ പുരുഷന്റെ ഈ ശാരീരിക പ്രത്യേകതകളും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഈ ലൈംഗിക ആകർഷണത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ശരീരം മുഴുവൻ മൂടാൻ പറഞ്ഞത് എങ്കിൽ പ്രശ്നം പുരുഷന്റെ കണ്ണിന്റെയും പുരുഷന്റെ തലച്ചോറിന്റെ ആണല്ലോ. പുരുഷന്റെ കണ്ണിനും പുരുഷന്റെ തലച്ചോറിനും ഉള്ള പ്രശ്നം അതിന് സ്ത്രീകൾ മുഴുവൻ മൂടി നടക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ, ശാരീരിക ആകർഷണമാണെങ്കിൽ, ശരീരത്തിൽ രോമം മുളക്കാത്ത ബാലന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചും അന്യ സ്ത്രീകളോടുള്ള അതേ സമീപനം തന്നെയല്ലേ പുരുഷന് നിബന്ധന? അങ്ങനെയാണ് ഈ രോമം മുളക്കാത്ത ആൺകുട്ടികളൊക്കെ, മീൻസ് പൗരുഷം പ്രകടമാകാത്ത ആൺകുട്ടികളൊക്കെ പർദ്ദിട്ട് നടത്തണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക്, പുരുഷന്റെ കണ്ണിന്റെ ആകർഷണം അതിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അന്യ സ്ത്രീയോടുള്ള അതേ സമീപനം അല്ലേ പ്രായപൂർത്തിയെത്താത്ത അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള പളുങ്കു പോലത്തെ ബാലന്മാരോട് മുസ്ലിം പുരുഷനുള്ളത് അല്ലെ? അവരെ തൊടാനും അവരെ തലോടാനും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഇങ്ങനെ ചില നമ്മൾ ഈ പള്ളി ദർശനമൊക്കെ കേൾക്കുന്നത് പോലത്തെ കഥകൾ, സംഭവങ്ങൾ, അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളെയും കൂടി പർദ്ദടിപ്പിക്കണ്ടേ? അപ്പൊ ഇതൊന്നല്ല കാര്യം. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞാണ് കാര്യം. സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ പുരുഷൻ വില കൊടുത്ത് വാങ്ങിയതാണ്. അത് പുരുഷന്റെ ആവശ്യത്തിന് തുറക്കുകയും അടക്കുകയും ചെയ്യാവുന്ന ഒരു മൂടുപടത്തിനകത്ത് പുരുഷന് സൂക്ഷിക്കാൻ അവകാശം, അല്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങനെ വിധേയപ്പെട്ട് നിൽക്കാൻ ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് വരുന്ന ബാധ്യതയാണ് ഇത്? ഈ ശരീരം പുരുഷൻ വില കൊടുത്ത് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വസ്തു. അതാണ് ഇസ്ലാമിലെ സ്ത്രീ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുന്ന ഭാര്യയെ അടിക്കാം. ഇനി അതേ സമയത്ത് സ്ത്രീയുടെ ലൈംഗിക ആവശ്യ പൂർത്തീകരണത്തിന് വിസമ്മതിച്ച ഭർത്താവിനെ ഭാര്യക്ക് അടിക്കാൻ പറ്റും. എന്തുകൊണ്ട് പറ്റൂല? ഭാര്യയെ തല്ലാനുള്ള 5 അവസരങ്ങൾ 7 കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിലെ 3 എണ്ണവും ഇതാണ്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രസവപ്പലകിലേക്ക് കയറാൻ കാലെടുത്ത് വെക്കുന്ന സ്ത്രീ ആണെങ്കിലും തന്റെ ഭർത്താവ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ സ്ത്രീക്ക് ബാധ്യതയുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ മൂടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശരീഅത്ത് അനുവദിക്കാത്ത കാരണം കൊണ്ട് പുരുഷന്റെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി സ്വന്തം ശരീരം വിട്ടുകൊടുക്കാൻ ഒരു ദിവസം സ്ത്രീ വിസമ്മതിച്ചാൽ അന്ന് അവൾക്ക് പുരുഷന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ചെലവിന് കൊടുക്കൽ എന്നതിലെ ചെലവിന് കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയാണല്ലോ. ഈ ചെലവ് കൊടുക്കാൻ പുരുഷന് ബാധ്യതയില്ല. ഇസ്ലാമിന്റെ നിയമമാണ്, കർമ്മശാസ്ത്രമാണ്. അതായത് ഒരു ദിവസം മൂടില്ല എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഫുഡില്ല, കൊടുക്കണ്ട, കുളിക്കാനുള്ള സോപ്പ് കൊടുക്കണ്ട, വെള്ളം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ചെലവിന് കൊടുക്കണ്ട. കാരണം എന്താ? കാരണം പുരുഷൻ മഹർ ചെലവഴിച്ച് കരസ്ഥമാക്കിയ ആവശ്യത്തിന് സ്ത്രീ ശരീരം തടഞ്ഞു വെച്ചു എന്ന കാരണം കൊണ്ട് പുരുഷന് ആ നിക്കാഹിലൂടെ വന്ന, അതായത് ഒരു ഭാഗത്ത് അവകാശം കട്ടായപ്പോ അവന്റെ ഈ നിക്കാഹിലൂടെയുള്ള ബാധ്യതയും ഒഴിവായി. ഇതാണ് കാര്യം. എന്തായാലും ബയോളജിക്കൽ റീസൺ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ന്യായം കുറച്ചുകൂടി കേൾക്കാം. ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം എടുത്താൽ ചില മേഖലകളിൽ സ്ത്രീകൾക്കും പുരുഷനും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ജൈവികമായ, മാനസികമായ, ശാരീരികമായ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ നവനാസ്തികർക്ക് പോലും നിഷേധിക്കാൻ കഴിയൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവർ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ സയൻസിൽ ഒരു അടിത്തറയുള്ള ആരും നിഷേധിക്കാത്ത കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇസ്ലാമിലുള്ള സ്ത്രീ വിരുദ്ധ നിയമങ്ങളൊക്കെ ന്യായമാണ്. നിങ്ങളൊക്കെ ഈ തൊണ്ട് ന്യായം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ മുട്ടുന്യായം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ഉത്തരം മുട്ടുമ്പോ പറയുന്ന ന്യായം, ഈ ജാതി മുട്ടുന്യായം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കോഴ്സ് ഇട്ടുണ്ടോ? സ്ത്രീയും പുരുഷനും തമ്മിൽ ജൈവികമായ വ്യത്യാസങ്ങളുണ്ട്, ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്, അവരുടെ ശാരീരിക മാനസിക അവസ്ഥകളിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആരും നിഷേധിക്കൂല. അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളിലുള്ള ശരീഅത്ത് നിയമത്തിലുള്ള സ്ത്രീ വിരുദ്ധതയ്ക്ക് ഇപ്പോ ന്യായല്ലേ? അതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ന്യായം. അത് കൊള്ളാം, അടിപൊളി ന്യായം. അതല്ലാത്ത രീതിയിൽ ഒരു അനീതി, അങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിന്റെ പുറത്തല്ലാതെ പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിനേക്കാൾ ഏതെങ്കിലും അർത്ഥത്തിൽ സൃഷ്ടിപരമായി, അസ്തിത്വപരമായി, ആത്മീയമായി എന്തോ അധമത്വമുള്ള ഒരാളാണ് എന്ന അർത്ഥത്തിൽ സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇസ്ലാമിൽ ഇല്ല. അതുണ്ടാകൂല. കാരണം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. സോറി, ഞാൻ ചിരിച്ചതിന്. അതല്ലാത്ത ഒരു വിവേചനം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് എന്നല്ല, ഇസ്ലാമിക കാഴ്ചപ്പാട് അനുസരിച്ച് ഞാൻ പറയാറുണ്ട്, മനുഷ്യനെ പ്രാഥമികമായി ഇസ്ലാം രണ്ടായി തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് മനുഷ്യരെ ഇസ്ലാം പ്രാഥമികമായിട്ടുള്ള വേർതിരിക്കുന്ന ഘടകം എന്ന്, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് വേർതിരിക്കുന്നതെന്ന് ഓർമ്മയുള്ളവർ കമന്റിൽ എഴുതും. ഈ 2 വിഭാഗങ്ങളിലും ഇതിനെ ഉപവിഭാഗങ്ങളായിട്ട് മനുഷ്യരെ ഇസ്ലാം പിന്നെയും വേർതിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടിമ, സ്വതന്ത്രൻ എന്നത്. കാഫിറായ അടിമ, മുസ്ലിമായ അടിമ, അമുസ്ലിമായ സ്വതന്ത്രൻ, അമുസ്ലിമായ അടിമ. ഇനി ഇതിൽ പിന്നെയും വിവേചനമുണ്ട്. മുസ്ലിമായ സ്വതന്ത്ര പുരുഷൻ, മുസ്ലിമായ സ്വതന്ത്ര
സ്ത്രീ, മുസ്ലിമായ അടിമയായ പുരുഷൻ, മുസ്ലിമായ അടിമയായ സ്ത്രീ, അമുസ്ലിം സ്വതന്ത്ര പുരുഷൻ, അമുസ്ലിം സ്വതന്ത്ര സ്ത്രീ, അമുസ്ലിം അടിമ പുരുഷൻ, അമുസ്ലിം അടിമ സ്ത്രീ. ഈ എല്ലാ വിവേചനങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരിൽ ഒരാളുടെ രക്തപ്പണം എന്ന് പറയല്ലോ, ഒരു നഷ്ടപരിഹാര തുക കൈകാര്യം ചെയ്യുന്നതിൽ, ഒരാൾ കൊല്ലപ്പെടുന്നതിന് നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ട തുകയിൽ പോലും ഈ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള വ്യത്യാസമാണ്. സാക്ഷി പറയുന്നിടത്ത്, സാമൂഹ്യ വിഷയങ്ങളിൽ സാക്ഷി പറയുന്നിടത്ത് 2 സ്ത്രീ സാക്ഷി പറയേണ്ടെന്ന പല സാഹചര്യങ്ങളുണ്ട്. ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ സാക്ഷി പറയാം. സ്ത്രീകളുടെ സാക്ഷി സ്വീകരിക്കാനേ പാടില്ലാത്ത അവസരങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീ പുരുഷൻ എന്ന അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ലോകത്ത് നിലവിലുള്ള 2 വിഭാഗം, സ്ത്രീയും പുരുഷനും. അതുകൊണ്ട് നമ്മളിപ്പം സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിമായ സ്വതന്ത്ര പുരുഷനും മുസ്ലിമായ സ്വതന്ത്ര സ്ത്രീ എന്നാണ് അർത്ഥം കേട്ടോ. ബാക്കി ഉപവിഭാഗങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഈ 2 കാര്യത്തിൽ സ്ത്രീയും പുരുഷനും 90% വിഷയങ്ങളിലും വ്യത്യസ്തരാണെന്നല്ല, വ്യത്യസ്ത നിയമമാണ്. പിന്നെ ഇദ്ദേഹം ആദ്യം പറഞ്ഞു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ, ഇപ്പൊ പ്രാർത്ഥന, അതല്ലെങ്കിൽ തഖ്വ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇവരൊക്കെ തുല്യരായിരിക്കും, ഇവർക്കൊക്കെ വേണമെങ്കിൽ സ്വർഗം കിട്ടുന്നു. പക്ഷെ ഇവർക്ക് സ്വർഗം കിട്ടും. സ്വർഗത്തിൽ പുരുഷന് ഹൂറി ഉണ്ട്, സ്ത്രീക്ക് എന്താ ഉള്ളത് എന്നുള്ളതിന് യാതൊരു വ്യക്തതയും ഇല്ല. പല പണ്ഡിതന്മാരും പറയുന്നത് ഈ ഹൂറി ഗ്യാങ്ങുകളുടെ ലീഡറായിട്ട് അതിലെ ഓരോ മുത്തിനുള്ളിൽ ഈ ഭാര്യ ഉണ്ടാവുന്നതാണ്, അവരുടെ ഈ ഹൂറികളുടെ ലീഡറായിട്ട്. അപ്പൊ ഇങ്ങനെ സ്വർഗത്തിൽ കിടക്കാനും സ്ത്രീക്കും പുരുഷനും പറ്റും എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ സ്ത്രീക്ക് എന്താ വെച്ചാൽ ഒന്നുമില്ല. ഇനി ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ത്രീകൾക്ക് ഇബാദത്ത് കുറവാണെന്നും സ്ത്രീകൾക്ക് ഈമാൻ കുറവാണെന്നും നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളാണെന്നും സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ് എന്നും ഈമാൻ കുറവാണ് എന്നൊക്കെ അള്ളാഹും റസൂലും മാറി മാറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്ന പോലെ അള്ള പഠിച്ചതായതുകൊണ്ട് സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ വേറെ വിവേചനമൊന്നും ഉണ്ടാവൂല എന്ന് പറയുന്നത് ശുദ്ധമായ തട്ടിപ്പാണ്. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീയും പുരുഷനും വ്യവഹാരത്തിൽ വരുന്ന സമയത്ത് മുഴുവൻ നിയമങ്ങളിൽ, വിവാഹ കാര്യത്തിൽ, തൊലാഖിന്റെ കാര്യത്തിൽ, രാഷ്ട്രീയ അവകാശങ്ങളുടെ കാര്യത്തിൽ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ, എല്ലാത്തിലും സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് സ്ത്രീ കടുത്ത വിവേചനം നേരിടുന്നുണ്ട്. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന് കീഴിൽ ജീവിക്കുന്ന ഒരു വളർത്തു മൃഗത്തെ പരിഗണിക്കുന്നത് പോലെയാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം സ്ത്രീയെ പരിഗണിക്കുന്നത്. പുരുഷന്റെ ആവശ്യത്തിന് പുരുഷൻ പോറ്റി വളർത്തുന്ന ഒരു ജീവിയായിട്ടാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം വായിച്ച് മനസ്സിലാക്കുമ്പോൾ മുസ്ലിം സ്ത്രീയെ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ശരീഅത്ത് നിയമം വിശദമായി പരിശോധിക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീക്ക് കൊടുത്തുള്ള സ്ഥാനം അത്രയുള്ളൂ. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ അസമത്വം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത പൊല്ലാപ്പാവും. രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ അവരുടെ ദൗത്യങ്ങളിൽ പ്രതിഫലിക്കുന്നു, അവർക്കുള്ള നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ ഉള്ളിടത്ത് പ്രതിഫലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത തരത്തിലുള്ള ഒരു വിവേചനം ഇസ്ലാമിലില്ല. അത് ഇക്വാലിറ്റി അല്ല, യഥാർത്ഥത്തിൽ ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് ഇസ്ലാമിലുള്ളത്. പലപ്പോഴും ആണിനും പെണ്ണിനും ഒരേ നിയമം ചില രംഗങ്ങളിൽ കൊടുത്താൽ അത് പെണ്ണിനോടുള്ള അതിക്രമമായിരിക്കും, പെണ്ണിനോടുള്ള ക്രൂരതയായിരിക്കും. അത് ആ രീതിയിലുള്ള സൗകര്യങ്ങളും വ്യത്യാസങ്ങളും പലപ്പോഴും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. കടുത്ത വിവേചനം, സ്ത്രീകളോടുള്ള കടുത്ത വിവേചനം, പുരുഷന് കീഴിൽ ഒരു അടിമയ്ക്ക് സമമായിട്ടുള്ള ജീവിതം എന്നിത്യാദി പല കാര്യങ്ങളും മുസ്ലിം സ്ത്രീ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവളാണ്, അല്ലെങ്കിൽ ഇസ്ലാം അവരുടെ മേൽ നിർബന്ധ ബാധ്യതയായി പരിഗണിക്കുന്നതാണ്. സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ പൂർണ്ണമായിട്ടും പുരുഷന് കീഴിലാണ്. ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാം. അപ്പം ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് തന്നെ ജീവിക്കുന്ന ഒരു വീടാണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന് ഒരു സുന്നത്ത് നോമ്പ് പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി പല ആൾക്കാരും നോമ്പുകൾ എടുക്കാറുണ്ട്, ഐച്ഛികമായിട്ടുള്ള നോമ്പ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന നോമ്പ്, സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഭർത്താവ് നാളത്തെ സുന്നത്ത് നോമ്പ് നോക്കാൻ ഞാൻ അള്ളാഹുവിന് വേണ്ടി നാളെ ഒരു ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങി കൂർക്കം വലിച്ച് എഴുന്നേറ്റ് രാവിലെ സുബഹിസ്കരിച്ച് വെള്ളമൊന്നും കുടിക്കാതെ അങ്ങനെ പുലർച്ചയ്ക്ക് എഴുന്നേക്കണമെങ്കിൽ എഴുന്നേക്കാം, അങ്ങനെ നോമ്പ് നിൽക്കാം, ആരോട് ചോദിക്കും പറയുന്നു വേണ്ട. ഒരു സ്ത്രീക്ക് സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ റമദാനിലെ 30 നോമ്പല്ല, ബാക്കി ഇവർക്ക് തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച, അങ്ങനെ പല നോമ്പുകൾ, പ്രതിഫലം ലഭിക്കുന്നതിൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഒരു സ്ത്രീ തീരുമാനിച്ചാൽ, ചിന്തിച്ചാൽ, ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം, എന്ത് കേട്ടോക്കി ഞാൻ നാളെ സുന്നത്ത് നോലുമ്പ് എടുത്തോട്ടെ. അപ്പൊ ഭർത്താവ് പറയാണ് അതിനെന്താ ഇജ്ജ് എടുത്തോ, കുഴപ്പമില്ല, ഒരു നോലുമ്പല്ലേ എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഭാര്യക്ക് നോമ്പ് നോക്കാം. അല്ല ഭർത്താവ് പറയാണ് അതൊന്നും ശരിയാവില്ല, ഞാൻ നാളെ ഉച്ചക്ക് ചോറ് നമ്മുടെ വീട്ടിലുണ്ടാവും, നമുക്കത് ശരിയാവില്ല, നോമ്പൊന്നും നോറ്റും കൊണ്ട് ഇപ്പൊ അതെന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കാൻ പറ്റില്ല. അപ്പം സ്ത്രീക്ക് പ്രതിഫലം ലഭിക്കുക എന്ന അർത്ഥത്തിൽ അവരുടെ പ്രയോറിറ്റിയിൽ വെക്കുന്ന സുന്നത്ത് നോമ്പ് അവൾക്ക് ഭർത്താവിനോടുള്ള ശാരീരികമായിട്ടുള്ള ബാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് ശരീരം സ്വന്തമാക്കിയ ഭർത്താവിന് തോന്നുമ്പോഴൊക്കെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന നിർബന്ധ ബാധ്യത സ്ത്രീയുടെ പെടലിയിരിക്കെ ആ സുഖാസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള സുന്നത്ത് നോലുമ്പ് എടുക്കാൻ ഭാര്യക്ക് അവകാശം ഇല്ല. പടച്ചോന്റെ മുമ്പത്തെ കാര്യമാണ്, വേറൊന്നല്ല. അപ്പൊ മുസ്തഫ തൻവീർ പറഞ്ഞത് മുഴുവൻ ആ സഹോദരിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന
ലക്ഷ്യത്തിൽ പറഞ്ഞ ഒരു ഉടായ്പ് വാദമാണ്. അടപടലം അല്ലെങ്കിൽ അടിമുടി A to Z സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങളും സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാമിൽ. സ്ത്രീകളോടുള്ള എല്ലാ തരത്തിലുള്ള സമീപനവും, വിവാഹ കാര്യത്തിൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ല. ഒരു സ്ത്രീക്ക് എന്നല്ല, ഒരു സ്ത്രീക്കും ഒരു റോളും ഇല്ല. കല്യാണം കഴിക്കുന്ന മണവാട്ടിക്കോ, ആ മണവാട്ടിയെ പ്രസവിച്ച മണവാട്ടിയുടെ ഉമ്മാക്കോ, ആ മണവാട്ടിയുടെ ഉമ്മാനെ പ്രസവിച്ച അവരുടെ വല്യുമ്മാക്കോ ഒന്നും ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. അവർക്കൊക്കെ വാതിൽ അടച്ചിട്ട് ആ ജനൽപ്പാളി പതിങ്ങനെ ഒന്ന് തുറന്നു നോക്കി നിക്കാഹ് കഴിക്കുന്ന മോലിയേരെയും പുതിയാപ്പളിനെ ഒന്ന് പാളി നോക്കാം. അതുപോലും അന്യപുരുഷനെ നോക്കുന്നതിന് കുറ്റം കിട്ടും. ആലോചിച്ചൊക്കെ മുസീബത്ത്. ഇതാണ് ഇസ്ലാമിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമം.